ഫേസ്ബുക്കിലൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതൊക്കെ ഇനി മുതൽ ഫേസ്ബുക്ക് നോക്കുന്നുണ്ട്. ലിങ്ക് ഹിസ്റ്ററി എന്നാണ് മെറ്റ കൊണ്ടുവന്ന ഈ ഒരു പുതിയ ഫീച്ചറിൻ്റെ പേര്. അതായത് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആഡ്സുകൾ വരാറില്ലേ. ഈ ഒരു ആഡ്സ് വരുന്നതിൻ്റെ പേരിൽ തന്നെ ഫേസ്ബുക്ക് ഒരുപാട് തവണ പഴി കേട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആഡ് വരാനുള്ള കാരണം എന്താ, ഏതോ ഒരു പരസ്യ കമ്പനിക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ ഫേസ്ബുക്ക് എന്ത് ചെയ്യും, ഈ കസ്റ്റമേഴ്സിന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആ ഇൻഫോർമേഷൻസ് ഏതോ ഒരു പരസ്യ വിതരണത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആഡുകൾ വരുന്നത്. ആ ഒരു കാരണത്തിൻ്റെ പേര് തന്നെ ഫേസ്ബുക്ക് ഒരുപാട് തവണ പഴി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മെറ്റ ഈ പുതിയൊരു ഫീച്ചർ കൊണ്ടുവരുന്നത്, ലിങ്ക് ഹിസ്റ്ററി. അതായത് ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യും, ഫേസ്ബുക്ക് കളക്ട് ചെയ്ത് വെക്കും. നമ്മൾ ഏതൊക്കെ ലിങ്കിൽ കയറുന്നുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഫേസ്ബുക്ക് കളക്ട് ചെയ്ത് സേഫ് ആക്കി വെക്കും. എന്നിട്ട് ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ഹിസ്റ്ററി നോക്കിയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ടാവും പിന്നെ നമുക്ക് ഫേസ്ബുക്കിലൂടെ ആഡ്സ് വരിക. അതായത് ഇപ്പോൾ നമ്മളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താ, നമുക്ക് എന്തോ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ആ ലിങ്കിലെ ആഡിൽ തോന്നിയത് കൊണ്ടാണ് നമ്മൾ ആ ലിങ്കിൽ കയറുക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഫേസ്ബുക്ക് വളരെ സേഫായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ലിങ്കിൽ കയറിയിട്ടുണ്ടോ ആ ഹിസ്റ്ററി വെച്ചിട്ടാണ് ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്യുക, ഫേസ്ബുക്ക് ആഡ്സ് തരിക. ഇപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും, ഇത് എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെയൊന്നും വരുന്നില്ല, അതായത് എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെയൊന്നും എത്തിയിട്ടില്ല, ഞാൻ ഈ സംഭവങ്ങളൊന്നും ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട, അത് തെറ്റിദ്ധാരണയാണ്. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഫോണിലും ഇത് ഓൾറെഡി ആക്ടിവേറ്റ് ആയിരിക്കും. അതായത് ഓട്ടോമാറ്റിക്കലി തന്നെ ഫേസ്ബുക്ക് ഈ ഒരു ഫീച്ചർ മൊത്തത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആകും. നമ്മുടെ യൂട്യൂബിലെ വാച്ച് ഹിസ്റ്ററി ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഫേസ്ബുക്കിൽ ലിങ്ക് ഹിസ്റ്ററി. നമ്മൾ ഏതൊക്കെ ലിങ്കിൽ കയറുന്നുണ്ടോ എന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരിതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് തന്നെ വീണ്ടും ഇത് എടുത്തു നോക്കാൻ പറ്റും. അതായത് അവർ ഏതൊക്കെ ലിങ്കിൽ കയറിയിട്ടുണ്ട്, അവരുടെ ലിങ്ക് ഹിസ്റ്ററി എന്താണെന്ന് എന്ന കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് തന്നെ വീണ്ടും എടുത്തു നോക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 30 ദിവസത്തേക്കാണ് ഈ ഹിസ്റ്ററി ഇവർ സൂക്ഷിച്ച് വെക്കുക. പിന്നെ അതേപോലെ തന്നെ മെസ്സഞ്ചർ ചാറ്റുകൾ ഉണ്ടല്ലോ, അതിൽ നമ്മൾ അയക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന ലിങ്കുകളൊന്നും ഇതിൽ സൂക്ഷിച്ച് വെക്കില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാം. അതായത് ഈ ലിങ്ക് ഹിസ്റ്ററി ആക്ടിവേറ്റ് ആയ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ അതുവരെ, അതായത് അത്രയും കാലം വന്ന എല്ലാ ഡാറ്റസും അവർ കളക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, റിമൂവ് ആവും 90 ദിവസത്തിന് ശേഷം. ഇതെപ്പോൾ നമ്മൾ ഡിസേബിൾ ചെയ്താൽ മാത്രം. പിന്നെ മറ്റൊരു കാര്യം, ഇതിപ്പോൾ നിലവിൽ എല്ലായിടത്തും എത്തിയിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് എല്ലാ ഫേസ്ബുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഫോണിലും ആക്റ്റീവ് ആകും, പക്ഷേ ഇത് എല്ലായിടത്തും എത്തിയിട്ടില്ല. പക്ഷേ വൈകാതെ തന്നെ ഇത് എല്ലായിടത്തും എത്തും എന്നാണ് ഫേസ്ബുക്ക് പറഞ്ഞത്. ഇനി ഇത് എങ്ങനെ ഡിസേബിൾ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഫേസ്ബുക്കിൽ എന്ത് ചെയ്യുക, ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ റൈറ്റ് സൈഡിൽ മോർ ആക്ഷൻ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അതിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബ്രൗസർ സെറ്റിങ്സ് ഉണ്ടാവും. ആ ബ്രൗസർ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലിങ്ക് ഹിസ്റ്ററി ഡിസേബിൾ എന്ന് കാണാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഡീആക്ടിവേറ്റ് ആയി പോകും. അത് നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90 ദിവസം കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ഡാറ്റാസും റിമൂവ് ആകും. പിന്നെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അത് മുതലുള്ള കാര്യങ്ങളാവും എന്ത് ചെയ്യുക, അതിൽ വീണ്ടും റെക്കോർഡ് ആവുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി.